ജാതി തിരിച്ചുകൊണ്ടുള്ള ജാതീയമായി പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത്. കേരളം ഒരു പൊട്ടൻഷ്യൽ നോർത്ത് ഇന്ത്യയിലേക്കാണോ ചലിക്കുന്നത്? തീർച്ചയായിട്ടും വർഷങ്ങളായി നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ കെവിൻ എന്ന് പറയുന്ന ഒരു ആള് ഒരു ദുരഭിമാന കൊല എന്നൊക്കെ ആ സമയത്ത് പേര് കേട്ടിട്ടുള്ള ഒരു കൊല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് മറ്റൊരു മതത്തിൽ നിന്നുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പയ്യനാണ്. കൊല ചെയ്യപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ നടുക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടിലെ ആളുകൾക്കൊക്കെ തന്നെ ഒരു പോലീസുകാരൻ തന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ കാശ കൊടുത്ത് അതൊക്കെ നടക്കും. അപ്പോൾ അതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ അത് ഇടതുപക്ഷമൊക്കെ ഒരു പുരോഗമന ആശയങ്ങളൊക്കെ കുത്തി നിറച്ചൊരു സമൂഹത്തിൽ നിന്നും കേരളീയ സമൂഹം പുറകോട്ട് നടക്കുന്നതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ പോലും നിങ്ങൾ അറിയേണ്ടത് കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുള്ള ഈ ദന്തൽ കോളേജിൽ നടന്നിട്ടുള്ള ഈ കൊലപാതകത്തെ പോലും നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് ഒരു കാര്യം. ഞാൻ പറഞ്ഞത് ഈ കൊലപാതകത്തെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി വീണ് മരിച്ചു. അതിലൊക്കെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ പോലും ചെയ്യാതിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ പയ്യൻ ഒരു ലോൺ ആപ്പിൽ നിന്ന് ഏതാണ്ട് 14,000 രൂപ ലോൺ എടുത്തിരുന്നു. ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ 14,000 രൂപയിൽ ആരെങ്കിലും ചാടി മരിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ആളുകൾക്ക് വന്നാൽ, പക്ഷേ അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ പയ്യൻ്റെ അമ്മയുടെ പേരും അവിടുത്തെ ഒരു ടീച്ചറുടെ പേരും ഒന്ന് തന്നെയാണ്. ആ ടീച്ചറെ ഇവർ വിളിക്കുകയും ഇവർ പല വൃത്തികെട്ട മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഇവരുടെ രീതി എന്ന് പറയുന്നത് ഈ 14,000 രൂപ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ അങ്ങ് കൊടുക്കുകയാണ്. അത് തിരിച്ച് കിട്ടാനായിട്ട് ഇവരുടെ രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു 1 മുതൽ ഇവരുടെ കോൺടാക്ട്സിൽ ലിസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ നമ്പറും അതെല്ലാം ഇവർ ആക്സസ് മേടിക്കുകയും ആ ഓൺലൈൻ വഴി എടുക്കുന്നതിൽ ഈ ആക്സസ് വെച്ചുകൊണ്ട് ഇവരുടെ എല്ലാം വാട്സാപ്പിലേക്ക് ഇവർ പല വിധത്തിലുള്ള മെസ്സേജുകൾ അയക്കുകയൊക്കെ ചെയ്യും. പണ്ടൊരിക്കൽ എൻ്റെ അടുത്ത് തന്നെ ഒരു പയ്യൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആകെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയി, മരിച്ചാലോ എന്ന് ആലോചിച്ച് പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വൃത്തികെട്ട മെസ്സേജുകളാണ് നമുക്ക് വേണ്ടപ്പെട്ട പലരുടെയും മൊബൈലിലേക്ക് ഇവർ അയക്കുന്നത്. നമ്മൾ തിരിച്ചു വിളിച്ച് പണം കൊടുത്താലേ ഇവർ എന്ത് ചെയ്യുള്ളൂ, നിർത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അയക്കും. അപ്പോൾ ഇവൻ്റെ അമ്മയുടെ പേരിലുള്ള അതേ ടീച്ചർക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അയച്ചിട്ടുണ്ടാവും. അല്ല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ടെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. ഒന്നത് അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഈ 14,000 രൂപയുടെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ചെയ്യുമോ എന്നൊക്കെ ഉള്ളതാണ്. അതല്ല, ഇത്തരത്തിലുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിന് മുൻപ് തന്നെ ജാതീയമായിട്ടുള്ള പല വിവേചനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പുഴുത്ത പട്ടി എന്നൊക്കെ വിളിച്ചിരുന്നു. അത്തരമൊരു കാര്യത്തിലേക്ക് നമ്മൾ ഉണ്ടായിട്ടുണ്ടാവില്ലെന്ന് അത് ഞാൻ തള്ളിക്കളയാൻ തയ്യാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കേരളീയ സമൂഹം കഴിഞ്ഞ 10, 15, 20 കൊല്ലങ്ങൾ കൊണ്ട് മതാധിഷ്ഠിതമായിട്ടുള്ള ജാതി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാര്യം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ചിന്താഗതികൾ നമ്മുടെ കേരളത്തിലെ കൂടി അരിച്ചിറങ്ങുന്നതാണ്. ഈ കേരളത്തിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത്തരത്തിലൊക്കെ സംഭവിക്കുമെന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ തൊട്ടടുത്തുള്ള ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ബിറ്റ്സ് പിലാനിക്കുള്ള കളിപ്പേരെന്താണെന്ന് അറിയുമോ നിങ്ങൾ? അതിനെ കളിയാക്കി വിളിക്കുന്നത് ബ്രാഹ്മിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് IIT-കളിൽ ഇതുപോലെയുള്ള പീഡനം സഹിച്ചുകൊണ്ട് എത്ര പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? കഴിഞ്ഞ തവണ ഒരു ടിജോ ജോസിൻ്റെയൊക്കെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. അതായത് മറ്റേ പൃഥ്വിരാജും സ്വരാജ് വെഞ്ഞാറമൂടും ഒക്കെ അഭിനയിച്ച ഒരു ഗംഭീര സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയിൽ പറയുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം വളരെ നന്നായി പഠിക്കുന്ന ദളിത്, ആദിവാസി, പിന്നോക്ക മേഖലയിലുള്ള വിദ്യാർത്ഥികൾ IIT-കളിൽ നിന്ന്, അതുപോലെ IIM-കളിൽ നിന്ന്, നിരവധി ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളിൽ നിന്നൊക്കെ തന്നെ ജോലികൾ പഠനമൊക്കെ ഇടക്ക് വെച്ച് നിർത്തി ഇവർ പോവുകയാണ്. അതിൽ നിരവധി പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു കൾച്ചറിലേക്ക് കേരളവും കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്ത് വിഷയത്തിലും ഈ പറയുന്ന ജാതി കുത്തിത്തിരികാൻ പലരും ശ്രമിക്കുന്നില്ല. നമുക്കറിയാം, എന്തൊരു വിഷയം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊരു ജാതി പീഡനമാക്കി മാറ്റാൻ പലരും ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ദിയാകൃഷ്ണയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ആ ഒരു വിമാന അപകടം നടന്നപ്പോൾ അവരുടെ ജാതി കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യാജ SC അട്രോസിറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ എന്ത് വിഷയത്തിലും ജാതി കുത്തിത്തിരികൊണ്ട് അതിനൊരു റേറ്റിംഗ് കൊണ്ടുവരാനായിട്ട് പലരും ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് അത് കൂടുന്നത്? അതുപോലും കൂടുന്നത് ആളുകൾക്ക് ഇത്തരം ഒരു വെപ്പൺ ഉണ്ട് എന്ന് പറയുന്ന ചിന്തകൾ പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. ഇല്ല, അതിപ്പോ ഏത് നിയമത്തിലും ഇല്ലാത്തതെന്നേ.
നിങ്ങളിപ്പോൾ ഏത് നിയമം എടുക്കുമ്പോഴോ ഇല്ലേ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഏത് നിയമം എടുക്കുമ്പോഴോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ 1000 കേസുകൾ രജിസ്റ്റർ ചെയ്തു, അതിൽ ഒരു പീഡന കേസ് വ്യാജമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇത് നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ PC ജോർജിനെതിരെ ഇത്തരത്തിലൊരു കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വന്ന് പരാതിപ്പെടുകയും എൻ്റെ കൊച്ചിൻ്റെ ഫാദർ PC ജോർജ് ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. PC ജോർജ് നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരുടെ പേരുകൾ പറഞ്ഞു. ഒന്ന് KM മാണിയാണ്, വേറൊന്നാണ്, ഞാൻ പറയുന്നില്ല ഇപ്പോൾ പേരുകൾ. ആ പേരുകൾ പറഞ്ഞിട്ട് അയാളുടെ മൂക്കും മറ്റേയാളുടെ കണ്ണുമുള്ള കൊച്ചിന് ഞാനെന്തിനും ചെലവിൽ കൊടുക്കണമെന്ന് ചോദിച്ചാൽ മനസ്സിലായ അത്തരത്തിലുള്ള പ്രസംഗം നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 5000 രൂപ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5000 രൂപ ഫൈൻ ഈടാക്കിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ പെൺകുട്ടിയെ ശിക്ഷിച്ചുകൊണ്ടിട്ട് കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, വെറുതെ വിട്ടിട്ടുണ്ട് ഈ പരാതിയുമായിട്ട് വരരുതെന്ന്. അപ്പോൾ ഇതൊന്നും ആദ്യമായിട്ടല്ല, ഏത് നിയമം വന്നാലും അതെന്ത് ചെയ്യും. ഇപ്പോൾ ഒരാളെ തല്ലിയാൽ കേസെടുക്കുക, ഒരാളെ വാക്കത്തി കിട്ടിയാൽ കേസെടുക്കാന്ന് പറഞ്ഞാൽ സ്വയം വെട്ടിമുറിവേൽപ്പിച്ചിട്ട് കേസ് കൊടുത്തിട്ടില്ല ഈ നാട്ടിലാരും, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കേസിലും അതുണ്ടാവാം. പക്ഷേ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അതാ ഞാൻ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ സംഭവിച്ചേക്കുന്ന കാര്യത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2 കാര്യങ്ങളുണ്ട്, വളരെ വിചിത്രമായ 2 കാര്യങ്ങൾ. ആ 2 കാര്യങ്ങൾ ഒന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്ന് ക്രൂരതയും അതുപോലെ തന്നെ ആളുകളുടെ മര്യാദകളും ഇല്ലായ്മയൊക്കെ കൂടി വരുന്നുണ്ട്. ഒന്നെന്താണ്, ഒന്ന് നിങ്ങൾ അറിയേണ്ടത്, ഈ കുട്ടി തന്നെ മരിച്ചു. ഈ കുട്ടി മരിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതല്ല, ആ കുട്ടിയെ വിളിച്ച് ഇത് ഇൻഫോം ചെയ്യേണ്ടതാണ്. ആ കുട്ടിയുടെ പാരൻറ്റിനെ വിളിച്ച് പ്രിൻസിപ്പൽ ഇൻഫോം ചെയ്യേണ്ടതാണ്. ഇൻഫോം ചെയ്തില്ല. 3:30 ഉണ്ടാകുന്ന സംഭവത്തിന് 6:30 പോലീസിലേക്ക് ഇൻഫോം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ പാരൻ്റ് അങ്ങോട്ട് വിളിച്ചു കഴിയുമ്പോൾ പറയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ ത്രാണി ഉണ്ടെങ്കിൽ കേട്ടോളൂ, നിങ്ങളിതാകും നിങ്ങളുടെ കുട്ടി എന്ത് ചെയ്തു 14 നേരം ചാടി എന്ന് പറയാണ്, മോളിൽ നിന്ന് ചാടി എന്ന് പറയാണ്. എന്തൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ജാതീയമായ വിവേചനം ഉണ്ടെങ്കില്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഈ സംഭവം ശരിയാണെങ്കിൽ അവരെ പറഞ്ഞ് വീട്ടിൽ വിടണമെന്ന് എനിക്ക് അഭിപ്രായമുള്ളത്. മനസ്സിലായി? ഈ സംഭവം ശരിയാണെങ്കിൽ അവരെ പഠിപ്പിക്കാൻ യോഗ്യരല്ല ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയോ പുരുഷൻ എന്തായിക്കോട്ടെ, ഞാൻ പറഞ്ഞ ആരാണെങ്കിലും അവരെ പറഞ്ഞ് വീട്ടിൽ വിടണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ കേസ് എന്താ, ഈ മരണം നടന്നിട്ട് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരും തന്നെ അവിടെ ചെന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ചില മാധ്യമങ്ങളുടെ വൃത്തിയോടുകൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും കുട്ടിയുടെ ഒപ്പമാണ്. ഇന്നലെ ഗോവിന്ദ മാഷൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൻ്റെ പുറത്ത് കർശനമായ നടപടി ഉണ്ടാകണമെന്നാണ്, അഞ്ചരക്കണ്ടി കോളേജിനൊക്കെ അന്വേഷണം വേണമെന്നാണ്, പോലീസ് നടപടി എടുക്കണമെന്നാണ്, കർശനമായ നടപടി എടുക്കണമെന്നാണ്. ഇതൊക്കെ പറയുമ്പോഴും ഏഷ്യാനെറ്റ് അടക്കം നിരവധി മാധ്യമങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമില്ല, അതിൻ്റെ കുഴപ്പമില്ല എന്ന്. ഇത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. ഈ യൂട്യൂബേഴ്സും ഏഷ്യാനെറ്റടക്കമുള്ള ആളുകളൊക്കെ തന്നെ വിചാരിക്കണം. കാരണം ജനങ്ങളുടെ മനസ്സിലേക്ക് എന്തിനും ജാതീയമായ മതപരമായിട്ടുള്ള ചിന്തകൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇതേവരെ ഇല്ലാത്ത രീതിയിൽ ഈഴവ മാട്രിമോണി, മറ്റേ ഈ മാട്രിമോണി, നിങ്ങൾ നല്ല തറവാട്ടിൽ പറഞ്ഞാണെങ്കിൽ ഈഴവനെ കിട്ടുമെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കാമെന്ന് പറഞ്ഞത് ഇപ്പോഴാണ്. കാരണം അതൊക്കെ ഒരു മോശമായ കാര്യമായ ആളുകൾ എടുക്കില്ല എന്ന് പറയുന്ന ചിന്തകളിലേക്ക് മാറ്റാൻ ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം അരിച്ചിറങ്ങിയതുകൊണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ഈ ഏഷ്യാനെറ്റ് അടക്കം മറ്റു മാധ്യമങ്ങളടക്കം ഒന്ന് ചിന്തിക്കണ്ടേ, കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളുടെ സ്ഥിതി എന്താ? കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളുടെ സ്ഥിതി എന്താ? IITയുടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിൽ പോലും നമുക്ക് കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? നാരായണ പോലെ, ഫിഡ്ജി പോലെ, അല്ലെങ്കിൽ മറ്റ് നിരവധി എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ പോലും എത്ര പേരാണ് ഒരു ദിവസം ഒരു കൊല്ലം സമ്മർദ്ദം കൊണ്ട് കൊല്ലപ്പെടുന്നത്, മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്? 20-21 പേരാണ്. അപ്പം നിങ്ങൾ അറിയേണ്ടത് അത്തരത്തിലുള്ള നിരവധി മരണങ്ങൾ നടക്കുന്ന പല സർവകലാശാലകളിലും ഇത്തരത്തിൽ ദളിത് ആദിവാസി പിന്നോക്ക കുട്ടികൾക്ക് നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ അറിയുന്ന കാര്യം കേരളത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം കുഴപ്പമില്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് മറ്റൊരു രീതിയിലേക്ക് പാകപ്പെടുന്നതിൻ്റെ കുഴപ്പമാണ്. അത് ഇവിടെയുള്ള വലിയ ഓൺലൈൻ പോർട്ടലുകളടക്കമുള്ള മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ പങ്ക് വഹിക്കുന്നതുകൊണ്ടുകൂടി മാധ്യമങ്ങൾ ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുള്ളൂ. ഇപ്പൊ എന്തൊരു സംഭവകാശം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ദളിത് പെൺകുട്ടി അപകടത്തിൽപ്പെട്ടു. അപ്പൊ ഏതൊരു വിഷയത്തിലും ജാതി കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലേ? അല്ല, ജാതി കുത്തിക്കയറ്റാൻ വേണ്ടി ഉണ്ടാകുമ്പോൾ ഇത് തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജാതിയും മതമൊക്കെ അറിയാതെ വരും. ഇപ്പോൾ സണ്ണി എം കവിക്കാട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ആയാൽ അവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് എൻ്റെ ജാതി എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം അജയ് തറയിൽ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ കുറിച്ചിട്ട കമൻറ്റുകൾ നമുക്കറിയാം. ഇനി ഇതിനെല്ലാറ്റിനും മുമ്പ് കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള ഈ ജാഥ ഉണ്ടായിരുന്നു. ആ ജാഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ ജാഥയിൽ കെ സുരേന്ദ്രൻ അടിച്ച പോസ്റ്റർ കണ്ടിട്ട് ഞാൻ തലയിൽ കൈവച്ചു. ആ പോസ്റ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദളിത് നേതാക്കളുമായി ഇന്ന് ഉച്ചഭക്ഷണം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ബ്രാഹ്മിൻസ് നേതാക്കളുമായി ഉച്ചഭക്ഷണം, ക്രിസ്ത്യൻ നേതാക്കളുമായി ഉച്ചഭക്ഷണം എന്ന് എവിടെയെങ്കിലും എഴുതി വെക്കും? അല്ല, ശരിക്കും പറഞ്ഞാൽ അതിൽ കെ സുരേന്ദ്രൻ തന്നെ പറയുന്നത്
ഇത് ചെയ്യേണ്ട കാര്യമല്ല, പക്ഷെ ഞാനൊരു മഹത്തായ കാര്യം ചെയ്യുന്നു എന്നാണ്. അല്ല, നമ്മളറിയാം ബ്രാഹ്മിൻസ് കറി പൗഡർ എന്നും ബ്രാഹ്മിൻസ് കറി മസാല എന്നും അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം വരെയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് അതാണ് പറഞ്ഞത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതൊക്കെ BJPയുടെ നേതാക്കന്മാർ മാത്രമാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? മറ്റു എനിക്കറിയാം CPMന്റെ നേതാക്കന്മാർ നിരവധി ഉദാഹരണങ്ങളില്ലേ ഇങ്ങനെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചിട്ടുള്ളത്. പോസ്റ്റർ അടിച്ച ഉദാഹരണം പറയും. അല്ല, പോസ്റ്റർ അടിച്ചാൽ നിരവധി ഉദാഹരണങ്ങളില്ലേ. ഇപ്പൊ ആർഷോ തന്നെ, അർജുനുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയുമ്പോഴും അർജുന് ബാക്കിയുള്ള പാർട്ടിക്കാരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഉടനെ CPMനെയും കൂടി കുറ്റപ്പെടുത്തണമെന്ന് അർജുനൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അർജുൻ എൻ്റെ മുമ്പിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ എന്ത് ചെയ്യണം, ഹാജരാക്കണം. CPMന്റെ ഏതെങ്കിലും നേതാവ് എന്ത് ചെയ്തോ ഇതുപോലെ ഒരു പോസ്റ്റർ അടിച്ചിട്ടുണ്ടോ? ഞാൻ എന്താണ് ഒരു പോസ്റ്റർ അടിക്കൽ മാത്രമല്ല, അധിക്ഷേപ പരാമർശം പറയും. ഏതാണ്? നമ്മൾ ആർഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർഷോ ഒരു ഈ പറയുന്ന പോലെ ദലിത് കുട്ടിയെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അതായത് അത് ഈ പറയുന്ന പോലെ പുറമേ എന്ന് പറയാൻ കഴിയാത്തതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് ആ സംഭവം? ഇനി ഞാൻ പറയുന്നത്, ഒന്ന് ആർഷോ അങ്ങനെ നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്, അതവിടെ നിൽക്കട്ടെ. ഇനി നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ എന്താണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്? ഒരു കലാപത്തിനനുസരിച്ചുള്ള സംഭവം, ഒരു സംഘടനത്തിൻ്റെ സംഭവം, ആ സംഭവത്തിൽ വിളിക്കുന്നത് പോലെ തന്നെ സമീകരിക്കാൻ കഴിയുന്നതാണോ ഒരു പാർട്ടിയുടെ ഈ പറയുന്ന പോലെ എന്താണ് പോസ്റ്റർ അടിച്ചു വെക്കുക എന്ന് പറയുന്നത്? ഇതിനെ ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പറയുന്ന വാചകം നേരെ കൃത്യമാണ്. അതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ പറയുന്നത് 5 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റി സെക്രട്ടറി CPMന്റെ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു ഒരു വാദത്തിന് വേണ്ടി. അതോട് സമീകരിക്കാൻ കഴിയുന്നതല്ല KPCCയുടെ ഫണ്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കാതെ. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ പക്ഷെ വേറെ കാര്യം, നിങ്ങൾക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റതൊരു വ്യക്തിക്ക് പറ്റുന്ന ഒരു പിഴവുകളാണ്. ഒരു SFI കാരനായിട്ടുള്ള ആയിക്കോട്ടെ ഞാൻ പറയുന്നത് കേരളത്തിന്റെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ട് സുഹൃത്തെ, അതുകൊണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഒരു പുലയ എന്ന് പറയുന്ന ഒരു കറിപ്പൊടി ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ വിജയിക്കില്ല? എന്തുകൊണ്ടാണ് ഒരു പൽപ്പൊടി ഇട്ടാൽ വിജയിക്കില്ല? ആ സമയത്ത് നിങ്ങൾ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു കറിപ്പൊടി എന്ത് ചെയ്യുന്നു, ചെലവാകുന്നു. നിങ്ങൾ അറിയേണ്ടത് ഈ പറഞ്ഞ നമ്പൂതിരീസ് എന്ന് പറയുന്ന ഒരു പൽപ്പൊടി മേടിച്ച് വെക്കുന്നു. നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ അത് നല്ലതാണ് എന്ന് പറയുന്നത് തോന്നലുണ്ട്, സമ്മതിച്ചേ പറ്റുള്ളൂ. മനസ്സിലായ? ഈ വെജിനെ മാത്രം എന്തുകൊണ്ടാണ് പ്യുവർ വെജ് എന്ന് വിളിക്കുന്നത്, എന്താണ് ശുദ്ധമായത് എന്ന് വിളിക്കുന്നത്? നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. മനസ്സിലായ? ഉടുപ്പി ബ്രാഹ്മിൻസ് കിടക്കുന്ന കട എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ വരുന്നൊരു ഇമേജ് ഉണ്ട്. അത് സത്യമാണ്. ആ ഇമേജിന്റെ പുറത്ത് നിന്നുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ, ചിന്തിക്കാൻ. മനസ്സിലായ? അതിന് നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വനവാസി കല്യാൺ യോജന എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന് പേരിടുമ്പോൾ ആ സംഘടനയുടെ മനസ്സിൽ എന്തായിരിക്കും നമ്മൾ ആലോചിക്കണം. സംഘടനയിലുള്ള 500 പേരിൽ ഒരാൾ തെറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതുപോലെയല്ല. അതും നിങ്ങളിപ്പോൾ പറഞ്ഞ ആർഷോയാണ്. ആർഷോ ആരാണ്? SFI കാരനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ചെറിയ യൂത്ത് വിങ്ങിൻ്റെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഒരു നേതാവാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യം പറയുമ്പോഴും നമ്മൾ അതിനേക്കാൾ വളരെ ഗൗരവത്തിൽ കണ്ടത് നാളെ CPM പൊളിറ്റ് ബ്യൂറോ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ അടിച്ചാലാണ്. അതുപോലെ ഗൗരവത്തിൽ കണ്ടത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോസ്റ്റർ അടിച്ചാലാണ്. എൻ്റെ വാദം അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആർഷോയോ അല്ലെങ്കിൽ വേറെ എക്സിനെയോ വൈനെയോ ഒന്നും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവരെയൊക്കെ പല കാര്യങ്ങളിലും എതിർത്ത് വീഴ്ചയിട്ടുള്ള ഒരാളാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്തരത്തിലുള്ളൊരു ചിന്താഗതി നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. ആ ചിന്താഗതി അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോഴും വലിയ പുരോഗമനമൊന്നുമില്ല. ശബരിമലയിൽ ഇപ്പോഴും ബ്രാഹ്മണനായാൽ മാത്രമേ പൂജ നടത്താൻ കഴിയുമെന്നാണ് 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഈഴവരായാൽ, നിങ്ങൾ ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയാൽ, ഷെഡ്യൂൾഡ് ട്രൈബ് ആയാൽ, നിങ്ങൾക്ക് നായരായാൽ പോലും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ പോലും വിവേചനത്തിന് ഈ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി അതുകൊണ്ടാണ് ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുന്നത്. അതായത് ജനനം കൊണ്ട് തന്നെ ബ്രാഹ്മണനായേ പറ്റുള്ളൂ. അതായത് നാളെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ ഞാൻ ബ്രാഹ്മണനാവണമെന്നല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കൂടി കേരളത്തിൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. ഈ കേസ് എന്ത് തന്നെയാണെങ്കിലും അത് കൂടാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ സമൂഹം തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സമാധി 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 എന്ന് പറഞ്ഞ ഒരാൾ സമാധിയായി പോയി അവർ കല്ലറയിൽ എടുത്തു വെച്ച് കെട്ടിയിട്ട് എന്ത് ഇടുമ്പോൾ യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ അദ്ദേഹത്തെ സമാധിയാകാൻ അനുവദിക്കണം എന്ന് പറയുന്ന കുറെ ആളുകളെങ്കിലും കേരളത്തിൽ. അതിലും അതിന്റെ ഇടയിൽ പോലും അവർ നടത്തിയിട്ടുള്ളത് മുസ്ലിം വിരുദ്ധ പരാമർശമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, അതെ, അതുകൊണ്ടാണ് പറഞ്ഞ ആ വിരുദ്ധ പരാമർശം ഈ പറയുന്ന പോലെ ഇനി നാളെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്.
ഇവിടെ ഹിന്ദി ഒരു ഹിന്ദു രാഷ്ട്രമായി എന്ന് വെച്ചോ, വലിയ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോണ. കാരണം ഹിന്ദുക്കൾക്കകത്തുള്ള പല മതവിഭാഗങ്ങൾ തമ്മിലുള്ള വൈര്യങ്ങൾ വർദ്ധിക്കുകയും എന്ത് ചെയ്യുകയും ചെയ്യും, വലിയ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇത് അങ്ങനെ അങ്ങോട്ട് യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമായി കേരളത്തിലേക്ക് കൂടി വരുന്നു എന്ന് പറയുന്ന അപകടകരമായ സൂചനകളാണ് ഇത് നൽകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളും പീഡനങ്ങളും ഒക്കെ തുടരാനാണ് കേരളത്തിൽ സാധ്യത. അല്ലെങ്കിൽ നമ്മൾ കതിരേൽ വിളവെക്കുന്നത് നിർത്തിയിട്ട് റൂട്ട് കോസിൽ ഉള്ള പ്രായോഗികമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ തേടണം.